നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്ത്രിമാരുടെ മൊഴി പോലീസ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഇതാ പത്മകുമാറിന്റെ മൊഴി, അത് തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ ഒരു മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും തനിക്ക് പരിചയപ്പെടുത്തിയതും തന്ത്രി കണ്ഠരര് രാജീവറാണ് എന്നാണ് പത്മകുമാറിന്റെ മൊഴി. SITക്കാണ് മൊഴി നൽകിയിരിക്കുന്നത്. പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ തന്ത്രിമാർ അനുമതി നൽകിയെന്നും തന്ത്രി കൊണ്ടുവന്നതിനാൽ പോറ്റിയെ വിശ്വസിച്ചതെന്നുമാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് സാമ്പത്തിക ഇടപാടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും പത്മകുമാർ മൊഴി നൽകി. പോറ്റി തന്റെ ആറന്മുളയിലുള്ള വീട്ടിൽ വരാറുണ്ടെന്നും പത്മകുമാറിന്റെ മൊഴി. എന്തായാലും തന്ത്രി കണ്ഠരര് രാജീവർക്ക് എതിരെയുള്ളൊരു മൊഴിയാണ് പത്മകുമാർ നൽകിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് തന്ത്രി കണ്ഠരര് രാജീവറാണ്. മാത്രമല്ല, ഇത് സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ അനുവാദം നൽകിയതും അദ്ദേഹമാണ് എന്ന തരത്തിലുള്ള മൊഴിയാണ് പത്മകുമാർ നൽകിയിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ല എന്നായിരുന്നു കണ്ഠരര് രാജീവർ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത്. ഇതിന് പിന്നാലെയാണ് പത്മകുമാറിന്റെ മൊഴിയും വന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കണ്ഠരര് രാജീവർ, കണ്ഠരര് മോഹനർ എന്നിവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ മാത്രമാണ് അനുവാദം കിട്ടിയത്. നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നു അനുവാദം. പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ല എന്നതടക്കമുള്ള വിശദീകരണമാണ് തന്ത്രിമാർ നൽകിയത്. പോറ്റി ആദ്യം അറിയുന്നത് കീഴ്ശാന്തി എന്ന നിലയിലാണ് എന്നും സ്പോൺസർ എന്ന നിലയിൽ പരിചയം തുടർന്നെന്നും മൊഴിയിൽ പറഞ്ഞിരുന്നു. എന്തായാലും കേസിൽ ഇപ്പോൾ പത്മകുമാർ റിമാൻഡിലാണ്. 2 ദിവസത്തേക്ക് പത്മകുമാറിനെ SIT ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങി. ഈ ചോദ്യം ചെയ്യലിനിടെയാണ് തന്ത്രിക്കെതിരെയുള്ള ഒരു മൊഴി പത്മകുമാർ നൽകിയിരിക്കുന്നത്. പത്മകുമാറിനെ ഇന്ന് കോടതിയിൽ വീണ്ടും ഹാജരാക്കും. അതേസമയം കഴിഞ്ഞ ദിവസം തന്ത്രി കണ്ഠരര് രാജീവർ മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ദൈവതുല്യർ ആരെന്ന് തനിക്ക് അറിയില്ല എന്ന് തന്ത്രി കണ്ഠരര് രാജീവർ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് പത്മകുമാർ സൂചിപ്പിച്ചിരുന്നു, ദൈവതുല്യരായ ചില വ്യക്തികൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ ആ ദൈവതുല്യർ ആരാണ് എന്ന് തനിക്കറിയില്ല എന്ന് തന്ത്രിയുടെ പ്രതികരണം. അറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. പോറ്റിയെ അറിയാം, എന്നാൽ കൊണ്ടുവന്നത് താനല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം എന്താണ്, എങ്ങനെയാണ് പരിചയം എന്നീ വിവരങ്ങൾ അറിയുന്നതിനായിട്ടായിരുന്നു തന്ത്രിമാരായ കണ്ഠരര് രാജീവരെയും മോഹനരെയും പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രിമാർക്കൊപ്പം കണ്ടിട്ടുണ്ടെന്നും സൗഹൃദമുണ്ടെന്നും അന്വേഷണ സംഘത്തിന് നേരത്തെ മൊഴി ലഭിച്ചിരുന്നു. എന്നാൽ ശബരിമലയോട് അടുത്തിടപഴകുന്ന ആളെന്നതിനാൽ സൗഹൃദമുണ്ടായിരുന്നുവെന്നും പക്ഷേ സാമ്പത്തിക ഇടപാടുകളില്ലെന്നും ഇരുവരും അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂവെന്നും തീരുമാനങ്ങൾക്ക് ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്റെ ജോലിയെന്നും രാജീവർ മറുപടി നൽകി. എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ അവകാശി ദേവസ്വം ബോർഡാണെന്നും തന്ത്രിമാരുടെ മൊഴിയിലുണ്ട്. അതേസമയം കോടതിയിൽ ഹാജരാക്കിയ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി അനുവദിച്ചത്. വൻ സുരക്ഷയോടെയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ പത്മകുമാറിനെ ഹാജരാക്കിയത്. കൈവിലങ്ങ് അണിയിച്ചിരുന്നില്ല. വാസുവിനെ കഴിഞ്ഞ ദിവസം കൈവിലങ്ങ് അണിയിച്ച് ഹാജരാക്കിയത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് പത്മകുമാറിന്റെ കൈവിലങ്ങ് അണിയിക്കരുതെന്ന നിർദ്ദേശം അന്വേഷണ സംഘം നൽകിയത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക മൊഴിയെടുപ്പാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്ത്രിമാരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ശബരിമലയിലെ മുതിർന്ന തന്ത്രിമാരെന്ന നിലയിലാണ് 2 തന്ത്രിമാരുടെയും മൊഴി കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത്. മാത്രമല്ല, അവർ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു, സ്വർണ്ണപ്പാളിയിൽ അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരമാണെന്നും ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്ത്രിമാരുടെ ചുമതല എന്നുമാണ് അവർ നൽകിയ മൊഴി. അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് തന്ത്രിമാരുടെ നിർണായക മൊഴിയെടുത്തത്. അതേസമയം ദ്വാരപാലക ശില്പം സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് മുരാരി ബാബു പറയുന്നത് കള്ളമെന്നായിരുന്നു നേരത്തെ തന്ത്രി കണ്ഠരര് രാജീവർ പ്രതികരിച്ചിരുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിനായി ചെന്നൈയിൽ കൊണ്ടുപോകാൻ താൻ അനുമതി കൊടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശില്പങ്ങളുടെ കുറച്ചു ഭാഗം നിറമങ്ങിയെന്നും അറ്റകുറ്റപ്പണി നടത്താൻ അനുമതി വേണമെന്നും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെന്നും ഇങ്ങോട്ട് എഴുതി ചോദിച്ചതിന്റെ മറുപടി മാത്രമാണ് കൊടുത്തതെന്നും രാജീവർ വ്യക്തമാക്കി. അടിഭാഗത്ത് മാത്രമാണ് കുറച്ച് മങ്ങൽ വന്നത്. ശബരിമലയിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്താനാണ് താൻ അനുമതി കൊടുത്തത്. തന്ത്രി എന്ന നിലയിൽ ചെന്നൈയിൽ കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തിരുന്നില്ല. സ്വർണം പൂശാൻ കൊണ്ടുപോയത് തന്റെ അനുവാദം ഇല്ലാതെയാണ്. ഇപ്പോഴും സ്വർണം പൂശുന്നതിനായി ചെന്നൈയിൽ കൊണ്ടുപോയത് തന്റെ അനുമതി ഇല്ലാതെയാണ്. കൂടാതെ എല്ലാം സ്വർണം തന്നെയാണ്, ചെമ്പല്ല. താൻ നൽകിയ കത്തുകളിൽ എല്ലാം സ്വർണം എന്നാണ് എഴുതിയിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ എല്ലാം സ്വർണമാണ്. 2019 ഇപ്പോഴായാലും പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ താൻ പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്തായാലും
ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, മൊഴിയെടുപ്പ്, ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിക്കുകയാണ്. നവംബർ 20-നായിരുന്നു ഈ കേസിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പത്മകുമാറിന്റെ അറസ്റ്റ്. കേസിൽ അറസ്റ്റിലാവുന്ന 6ാമത്തെ വ്യക്തിയായിരുന്നു പത്മകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ, മുൻ തിരുഭാവനം കമ്മീഷണർ കെ എസ് ബൈജു, മുൻ ദേവസ്വം കമ്മീഷണറും ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസു എന്നിവരാണ് പത്മകുമാറിനെ കൂടാതെ അറസ്റ്റിലായവർ. ദൈവതുല്യരായി കാണുന്നവരാണ് കൊള്ളയ്ക്ക് പിന്നിലെന്ന് പത്മകുമാർ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങൾ അടക്കം SIT വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാൻ ദേവസ്വം ബോർഡിൽ ആദ്യ നിർദ്ദേശം വെച്ചത് പത്മകുമാറാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. പോറ്റിക്ക് അനുകൂലമായ നിർദ്ദേശങ്ങൾ പത്മകുമാർ നൽകിയെന്ന് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സർവ്വ സ്വാതന്ത്ര്യവും നൽകിയത് പത്മകുമാറാണെന്നും തെളിഞ്ഞു. എന്തായാലും കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കി വലിയ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. കോടതിക്ക് പുറത്ത് പ്രതിഷേധവുമായി BJP കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യ സൂത്രധാരൻ പത്മകുമാറാണെന്നും കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും SIT കോടതിയിൽ വാദിച്ചിരുന്നു. പലതവണ നോട്ടീസ് നൽകിയെങ്കിലും ചോദ്യം ചെയ്യലിന് പത്മകുമാർ ഹാജരായില്ല. ഇത് നിസ്സഹകരണത്തെ വ്യക്തമാക്കുന്നതാണ്. വിദേശത്തടക്കം പത്മകുമാർ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടണമെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ശശിധരൻ ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ വാദിച്ചിരുന്നു. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരത്തേക്ക് പത്മകുമാറിനെ കൊണ്ടുപോയിരുന്നു. എന്തായാലും നിർണായകമായ അറസ്റ്റാണ് കേസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ദേവസ്വം മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കൈവിലങ്ങ് അണിയിച്ചത് വിവാദമായിരുന്നു. നിയമവിരുദ്ധമായ നടപടിയാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്മകുമാറിന് കൈവിലങ്ങ് വയ്ക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് ആദ്യ തവണ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വയ്ക്കണമെന്ന് നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയാണിതെന്ന് DGPക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. നേരത്തെ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തപ്പോഴും വിലങ്ങ് വയ്ക്കരുതെന്ന് SIT SP S ശശിധരൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ചില പോലീസ് ഉദ്യോഗസ്ഥർ അത് പാലിച്ചില്ല. അത് SITയിൽ തന്നെ തർക്കത്തിനിടയാക്കിയപ്പോഴാണ് എൻ വാസുവിനെ വിലങ്ങണിയിച്ചത്. ഇതിൽ DGPയും SIT തലവനായ ADGP S വെങ്കടേഷിന് അതൃപ്തി അറിയിച്ചിരുന്നു. പ്രതിയുടെ പ്രായം, ഏതൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെയാണ് കൈവിലങ്ങ് വയ്ക്കേണ്ടത് തുടങ്ങിയ നിയമകാര്യങ്ങളൊന്നും പരിഗണിച്ചില്ല എന്നായിരുന്നു കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.